I think we will start. നമുക്ക് 35 പേര് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ പതുക്കെ ജോയിൻ ചെയ്യട്ടെ. നമ്മുടെ 11 o'clock ആയിരുന്നു ടൈം. അപ്പോൾ സമയത്തിന് ജോയിൻ ചെയ്തവരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഓൾറെഡി നമ്മൾ 6-7 minutes നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഗുഡ് മോർണിംഗ് ടു ഓൾ ആൻഡ് വെൽക്കം ടു ദിസ് ട്രെയിനിങ് സെഷൻ. നമ്മൾ സാധാരണ നമ്മുടെ ട്രെയിനിങ് സെഷനെ പറയുന്നത് VIP സെഷൻ എന്നാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. VIP എന്ന് പറയുമ്പോൾ വി കവർ ഇൻഷുറൻസ് പാർട്ട്ണർ ആണ് നമ്മളെല്ലാവരും. നിങ്ങളൊക്കെ VIPസും ആണ്. ഓക്കെ, യു ആർ എ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ ഫോർ അവർ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഫീൽഡിലുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ ഇവിടെ ഓഫീസിലിരുന്നിട്ട് ഒരു പോളിസി ലോഗിൻ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഓഫീസിലിരുന്ന് പ്രോഡക്ട്സിനെ കുറിച്ച് പറഞ്ഞു തരുന്നതിലോ ഇതിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഫീൽഡിൽ ഇറങ്ങി ഒരു കസ്റ്റമറിനോട് പ്രോഡക്റ്റ് സംസാരിച്ച് കൺവിൻസ് ചെയ്തിട്ട്, കാരണം അത്രയ്ക്ക് കോമ്പറ്റീഷൻ നമ്മുടെ മാർക്കറ്റിലുണ്ട്. നമ്മുടെ കയ്യിൽ എല്ലാ പ്രോഡക്ട്സും ഉണ്ട്, അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്രോഡക്റ്റും ഉള്ളതും നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. Rajkumar, do you have a lot of people from Tamil Nadu? Sir, from Coimbatore already 4 people have joined, sir. So another 3 more people are joining actually. Okay, so you want it into Tamil also? Yes, sir, definitely, sir. Okay. Sorry. So very competitive field. We are in a very competitive field, but competitive people will be successful when there is competition. അല്ലെങ്കിൽ കോമ്പറ്റീഷൻ മേക്സ് കോമ്പറ്റീറ്റീവ് പീപ്പിൾ സക്സസ്ഫുൾ എന്ന് പറയാം. കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ ഒരു ത്രില്ലില്ല, അല്ലെ? ഇപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് ആണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അതിനൊരു ത്രില്ലുണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ ഒരു നല്ല ത്രില്ലുണ്ട്. വി ഹാവ് ഗോട്ട് ഓൾ ദ ഗുഡ് പ്രോഡക്ട്സ് വിത്ത് us because we can pick and choose from any insurance company. That is a benefit of us. We are not just tied up with one company. We are working for the customer. നമ്മൾ കസ്റ്റമറിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരു പ്രത്യേക ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടിയിട്ടല്ല. നാളെ ഒരു നല്ല പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നല്ല പ്രോഡക്റ്റ്, ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഏതാണോ അതായിരിക്കും കസ്റ്റമറോട് പറയുന്നത്. ഇവിടെ വി ആർ നോട്ട് ലുക്കിംഗ് ടു വാട്ട് ഇസ് ദ കമ്മീഷൻ ഐ ഗെറ്റ്. വി ആർ നോട്ട് ലുക്കിംഗ് ടു വാട്ട് ഇസ് അവർ പേഴ്സണൽ ബെനിഫിറ്റ്. വി ആർ ലുക്കിംഗ് ടു ദ കസ്റ്റമേഴ്സ് ബെനിഫിറ്റ്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബി കവർ ആൻഡ് ആൻ ഓർഡിനറി ഇൻഷുറൻസ് ഏജന്റ് ഔട്ട്സൈഡ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ശരിക്കും VIPs ആണ്. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ കണ്ണിലും നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. കാരണം നിങ്ങൾ അവർക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല, അവർക്ക് വേണ്ടത് എടുത്തു കൊടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. ടുഡേസ് ഡിസ്കഷൻ വാട്ട് വി വിൽ ഡിസ്കസ്, വി വിൽ ബി ഡിസ്കസിംഗ് ഓൺ റിട്ടയർമെന്റ് പ്ലാനിങ്. നമ്മൾ ഇത്രയും കാലം നമ്മൾ സംസാരിക്കാത്ത ഒരു വിഷയമാണ് റിട്ടയർമെന്റ് പ്ലാനിങ്. ഇவ்வளவு நாளே நம்ம ரிட்டையர்மெண்ட் பிளானிங் குறித்து பேசவே இல்லை. நம்ம இன்வெஸ்ட்மெண்ட் குறித்து பேசியிருக்கு, நம்ம ஹெல்த் இன்சூரன்ஸ் குறித்து பேசியிருக்கு. ஏன்னா ரிட்டையர்மெண்ட் பிளானிங் ஈக்குவலி இம்பார்ட்டன்ட் போர்ட்ஃபோலியோ. இன்னைக்கு வந்து வெரி ஃபியூ கம்பெனிஸ் ஹேவ் ரிட்டையர்மெண்ட் பெனிஃபிட்ஸ். கேரளால பார்த்தா கவர்மெண்ட் கம்பெனிஸ், தமிழ்நாடுல ஒரு ஆல் இந்தியா லெவல்ல பார்த்தா சென்ட்ரல் கவர்மெண்ட் கம்பெனிஸ் ஆர் ஸ்டேட் கவர்மெண்ட் கம்பெனிஸ் வந்து அவங்க എംപ്ലോയീസിക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അല്ലെ? നമ്മുടെ കേരളത്തിലാണെങ്കിലും മറ്റേത് സംസ്ഥാനത്തിലാണെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് അവരുടേതായ റിട്ടയർമെന്റ് പ്ലാനുകളുണ്ട്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ സ്വല്പം ചില സെമി ക്വാസി ഗവൺമെന്റ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലും റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഉണ്ട്. ഏകദേശം ഒരു 60-70% ആൾക്കാർ റിട്ടയർ ആവുമ്പോൾ ദേ ഡോണ്ട് ഹാവ് എ റിട്ടയർമെന്റ് ബെനിഫിറ്റ്. ഐ എം ടെലിംഗ് ദേ ഡോണ്ട് ഹാവ് എ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഫ്രം ദ കമ്പനി വെയർ ദേ ഹാവ് വർക്ക്. ഞാൻ ഒരുപാട് കാലം PNB MetLifeൽ വർക്ക് ചെയ്തതാണ്. ഐ ഹാവ് റിസൈൻഡ് ആൻഡ് കെയിം, ഓക്കെ, ബട്ട് ഐ ഡോണ്ട് ഹാവ് എനി റിട്ടയർമെന്റ് ബെനിഫിറ്റ്. ഈവൻ ഇഫ് ടുമോറോ ഐ റിട്ടയർ ഫ്രം PNB MetLife ഓൾസോ, I will not get a single paise as a pension because it's a private company, there is no pension there. So the potential of pension plans in India is huge, and especially in our southern states, it's really huge. എന്തുകൊണ്ടാണ് പെൻഷൻ പ്ലാൻ ഇത്രയും ഇമ്പോർട്ടൻസ് വരാൻ കാരണം പലരും പെൻഷനെ കുറിച്ച് ചിന്തിക്കുന്നത് എപ്പോഴാണെന്നറിയോ? റിട്ടയർ ആവുമ്പോഴാണ് ചിന്തിക്കുന്നത്. 60 വയസ്സ് അല്ലെങ്കിൽ 58 വയസ്സാവുമ്പോഴാണ് അയ്യോ നാളെ മുതൽ എനിക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല, ജോലി ഇല്ല, അപ്പോ എനിക്ക് എന്താണ് ഇനി വരുമാനം? വാട്ട് ഇസ് ഗോയിങ് ടു ബി മൈ ഇൻകം ഫ്രം ടുമോറോ ഓൺവേർഡ്സ്? ഐ എം ഗെറ്റിംഗ് റിട്ടയർഡ്. അപ്പോഴാണ് നമ്മൾ പെൻഷനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന പൈസ മുഴുവൻ കൊണ്ടുപോയി നമ്മൾ പെൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു പെൻഷൻ പ്ലാൻ എടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. That is the time people in India start thinking about pension plan. Actually, the ideal time, ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അനുയോജ്യമായ സമയം പെൻഷനെ കുറിച്ച് ചിന്തിക്കാവുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾക്ക് ജോലി കിട്ടുന്ന സമയത്ത് തന്നെയാണ്. പക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാരത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. Nobody will accept that. Okay. ஃபர்ஸ்ட் ஜாப் கிடைச்ச உடனே ஒரு பென்ஷன் பிளான் கூட பிளான் பண்ணா ரொம்ப நல்லா இருக்கும். ஏன்னா எத்தனை பேர் ஸ்டார்ட் பண்ணுவா? ரொம்ப கம்மி தான். மே 2 or 3 people will understand that. Others will say that இப்பதான் வேலை கிடைச்சிருக்கு, இப்பதான் எனக்கு salary வந்துட்டு இருக்கு. Till yesterday நான் வந்து அப்பா அம்மா கிட்ட தான்
பணம் வாங்கிட்டு இருந்தது. இப்ப எனக்கு சேலரி வந்துட்டு இருக்கு. இப்ப வந்து பென்ஷன் பிளான் சொல்றாங்க, நீங்க இன்சூரன்ஸ் சொல்றாங்க, நீங்க ஹெல்த் இன்சூரன்ஸ் சொல்றாங்க, வர்றது எல்லாம் அப்படியே போயிடும். So let me enjoy my life. நான் ஒரு பைக் வாங்கட்டும், நான் ஒரு கார் வாங்கட்டும். These are the things which people have got. Good, it's all good. These are dreams. அதெல்லாம் வேணும். But thinking of a pension plan before becoming old, വയസ്സാവുന്നതിന് മുമ്പ് ഒരു പെൻഷൻ പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം. അപ്പൊ എന്താണ് പെൻഷൻ പ്ലാൻ? ഏതൊക്കെ തരത്തിലുള്ള പെൻഷൻ പ്ലാനുകളുണ്ട്? നമുക്ക് അനുയോജ്യമായിട്ട് കൊടുക്കാൻ പറ്റിയ പെൻഷൻ പ്ലാൻ ഏതാണ്? Which is the best plan which we can talk to our customers? Today, pension plan is given by most of the insurance companies. Okay, when we look into the pension plan, നമ്മൾ പെൻഷൻ പ്ലാൻ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന പെൻഷൻ പ്ലാൻ ഏതാണെന്ന് നോക്കണം. நம்ம என்ன பார்க்கணும்னா எந்த பென்ஷன் பிளான்ல நிறைய ரிட்டர்ன்ஸ் கிடைக்கும் கஸ்டமருக்கு. நான் வந்து ஒரு 25 lakhs பென்ஷன் பிளான்ல போட போறேன். நெக்ஸ்ட் இயர்ல இருந்து எனக்கு பென்ஷன் வரப்போகுது. எவ்ரி இயர் இல்லைன்னா எவ்ரி மந்த் எனக்கு எவ்வளவு பென்ஷன் வரும்? தட் இஸ் மோர் இம்பார்ட்டன்ட் ஃபார் மீ. That is the most important thing for me. It is not that I am just taking a pension plan. நிறைய pension plan marketல இருக்கு. ஏன்னா annuity rates வந்து one company to another company it is different. ஒரு illustration போட்டு பார்த்தா தெரியும் எவ்வளவு கிடைக்கும். നമ്മളൊരു illustration എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക് എത്രയാണ് പെൻഷൻ കിട്ടുക എന്നുള്ളത്. ഇന്നത്തെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പെൻഷൻ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ആ പെൻഷനിൽ അവർ പറയുന്നു നിങ്ങൾ ഇത്രയും ലക്ഷം രൂപ പെൻഷനിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് ഇത്ര രൂപ വെച്ച് പെൻഷൻ കിട്ടും. ആ പറയുന്ന amount ഗ്യാരണ്ടീഡ് ആണ്. അത് നമുക്ക് ജീവിതകാലം മുഴുവനും കിട്ടും. லைஃப் லாங் உங்களுக்கு என்ன கமிட்மெண்ட் கொடுத்திருக்கோ கம்பெனி, நீங்க இவ்வளவு பணம் போட போறேன், நீங்க 25 lakhs பென்ஷன்ல போட போறேன், நெக்ஸ்ட் இயர்ல இருந்து உங்களுக்கு இவ்வளவு பென்ஷன் கிடைக்க போகுது. எத்தனை நாள் கிடைக்கும்? அது லைஃப் லாங் கிடைக்கும். ജീവിതകാലം മുഴുവനും നമുക്ക് ആ പെൻഷൻ കിട്ടും. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇപ്പൊ வந்து people will come and ask you, okay, അപ്പൊ ഞാൻ ഇറന്നു പോണ എന്നായിടും, if I die what will happen? നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പൊ പിന്നെ ഞാൻ 25 ലക്ഷം ഇട്ടത് പോയില്ലേ എന്നുള്ളതാണ്. ഡിഫറെന്റ് പെൻഷൻ പ്ലാൻസ് ആർ അവൈലബിൾ. നമ്മളിവിടെ പറയുന്ന പെൻഷൻ പ്ലാൻ, നമ്മൾ വീക്കവറിലൂടെ പ്രൊമോട്ട് ചെയ്യുന്ന പെൻഷൻ പ്ലാൻ, എങ്ങാനും പെൻഷൻ എടുത്തിട്ടുള്ള ആള് മരിച്ചു കഴിഞ്ഞാൽ എത്ര പ്രീമിയം അവർ അടച്ചിട്ടുണ്ടോ ആ പ്രീമിയം മുഴുവൻ അവരുടെ നോമിനിക്ക് കിട്ടും. സോ ദേ വിൽ നോട്ട് ലൂസ് എ സിംഗിൾ പൈസ. ഒരു പൈസ പോലും നഷ്ടമില്ലാതെ അവർ അടച്ചിട്ടുള്ള പ്രീമിയം എത്രയാണോ ആ പ്രീമിയം മുഴുവൻ കസ്റ്റമറിന്റെ നോമിനിക്ക് തിരിച്ചു കിട്ടും. In case death is happening, எவ்வளோ பிரீமியம் போட்டிருக்கோ அந்த பாலிசியில அந்த பென்ஷன் பிளான்ல அந்த ஃபுல் அமௌண்ட் வந்து நாமினிக்கு கொடுத்துரும். சோ இங்க வந்து லாஸ் கிடையாது, கஸ்டமருக்கு லாஸ் கிடையாது. As long as he is alive, he is getting the pension. The moment something happens to him, the full premium what he has paid is coming to the nominee. അപ്പൊ ജീവിതകാലം മുഴുവനും പെൻഷൻ കിട്ടുന്നുണ്ട്. അത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പെൻഷൻ ആണ്. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള പെൻഷൻ ആണ്. നാളെ അത് കുറയില്ല. ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റിൽ കുറയാം, യുദ്ധങ്ങൾ വരാം, അല്ലെങ്കിൽ പെട്രോളിന്റെ വില കൂടാം, ക്രൂഡ് ഓയിലിന്റെ വില കൂടാം, ഷെയർ മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ പോവാം. ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മൾ എടുത്തിരിക്കുന്ന പെൻഷൻ പ്ലാനിൽ എത്ര രൂപയാണോ പെൻഷൻ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് ജീവിതകാലം മുഴുവൻ കിട്ടും. നമ്മൾ മരണപ്പെടുന്ന സമയത്ത് നമ്മൾ ആദ്യം അടച്ചിട്ടുള്ള പ്രീമിയം, എത്ര കാലമാണോ പ്രീമിയം അടച്ച പ്രീമിയം തുക മുഴുവനും നമുക്ക് തിരിച്ചു കിട്ടും. ഇതാണ് ഒരു പെൻഷൻ പ്ലാൻ. സിമ്പിൾ ആണ്. ഇനി ഈ പെൻഷൻ പ്ലാനിൽ പലതരത്തിലുള്ള റിട്ടേൺസ് ഉണ്ട്. ചിലവർ പറയും എനിക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടണം, തരാം, എനിക്ക് ഈ പൈസ തിരിച്ചു കിട്ടണ്ട, ഞാൻ തന്ന പൈസ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടണ്ട, எனக்கு வந்து லைஃப் லாங் பென்ஷன் வேணும், வேற ஒண்ணுமே எனக்கு வேண்டாம், நாளைக்கு டெத் ஆகுனா வேற நீங்க ஒண்ணுமே தர வேண்டாம், ஏன்னா எவ்வளவு நாள் நான் உயிரோட இருக்கோ அவ்வளவு நாள் உங்க பென்ഷൻ തന്നിട്ടേ இருக்கணும், ഞാൻ ജീവൻ ഉള്ളിടത്തോളം കാലം എനിക്ക് നിങ്ങൾ പെൻഷൻ തരണം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും എനിക്ക് തരണ്ട. Some people tell that. We have that plan also. But the most ideal plan is, I want pension till my death. The moment I die, the whole money, whatever I have invested in the pension plan, ഞാൻ പെൻഷൻ പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫുൾ പൈസ എന്റെ നോമിനിക്ക് കിട്ടും. അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള പെൻഷൻ പ്ലാൻ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അങ്ങനെയുള്ള ഒരു പ്ലാനിനെ കുറിച്ചാണ്. ഇനി ആർക്കെങ്കിലും പറയാണ് എനിക്ക് അടച്ച പൈസ തിരിച്ചു കിട്ടണ്ട എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് മറ്റേ പെൻഷൻ കൊടുക്കാം, അതും നമ്മുടെ കയ്യിലുണ്ട്. ഈ പറയുന്ന രണ്ട് കമ്പനിയിലും അതുണ്ട്. ഞാൻ രണ്ട് കമ്പനിയുടെ പോളിസികൾ മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ, അതിനകത്ത് അതുണ്ട്. എന്താ വ്യത്യാസം? ചെറിയൊരു പെൻഷൻ തുക കൂടുതൽ കിട്ടും, അത്രേ ഉള്ളൂ. ഒരു 200-300 രൂപ പെൻഷൻ കൂടുതൽ കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒരു കൊല്ലം പെൻഷൻ മേടിച്ച് മരിച്ചു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ ഇട്ടിട്ട് ഞാൻ പെൻഷൻ വാങ്ങാൻ തുടങ്ങി, ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ മരിച്ചു എന്നിരിക്കട്ടെ, അത് ചിലപ്പോൾ അപകടമരണമായിരിക്കാം, അല്ലെങ്കിൽ അസുഖം വന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ കൊറോണ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ഞാൻ മരിച്ചു എന്ന് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒന്നും തിരിച്ചു കിട്ടില്ല. അപ്പൊ അതിലും നല്ലത് എന്താണ്?
മരണപ്പെടുന്ന സമയത്ത് നമ്മൾ അടച്ചിട്ടുള്ള ഫുൾ പ്രീമിയം നമ്മുടെ നോമിനിക്ക് കിട്ടുന്ന തരത്തിലുള്ള പെൻഷൻ ഓപ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ ഗുണം? ഈ പൈസ തിരിച്ചു കിട്ടുന്ന സമയത്ത് നോമിനിക്ക് വേണമെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു പുതിയ പെൻഷൻ പ്ലാൻ കൂടാം. അന്ന് ചിലപ്പോൾ ഇതിൽ നല്ല പെൻഷൻ പ്ലാൻ വരാം. ഇപ്പൊ ഞാൻ ഇന്ന് എടുക്കുന്നു, 2022 ഞാനൊരു പെൻഷൻ പ്ലാൻ എടുക്കുന്നു. ഞാനൊരു 5 കൊല്ലം കഴിഞ്ഞ് മരിച്ചു പോയെന്നിരിക്കട്ടെ, ഞാൻ അടച്ചിട്ടുള്ള പൈസ മുഴുവൻ എന്റെ ഭാര്യയ്ക്ക് കിട്ടുമ്പോൾ അവൾക്ക് വേണമെങ്കിൽ അന്ന് മാർക്കറ്റിലെ ഏറ്റവും നല്ല പെൻഷൻ പ്ലാൻ ഏതാണോ, ഒരുപക്ഷെ ഇന്ന് ഞാൻ എടുത്തതിനേക്കാൾ നല്ലൊരു പ്ലാൻ നാളെ വരാം. 5 കൊല്ലം മുമ്പുള്ള പ്ലാനും ഇന്നത്തെ പ്ലാനും നോക്കുമ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പ്ലാൻ വളരെ നല്ല പ്ലാനുകളാണ്. ഇതിലും നല്ല പ്ലാനുകൾ ഭാവിയിൽ വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ വരികയാണെങ്കിൽ ഷീ ക്യാൻ ചൂസ് ദാറ്റ് ഓൾസോ. അല്ലെങ്കിൽ ഞാൻ മരണപ്പെടുന്ന സമയത്ത് ഒരു ബൾക്കായിട്ടൊരു എമൗണ്ട് അവൾക്ക് വേണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അതാണ് പറയുന്നത്, ഇൻ കേസ് ഡെത്ത് ഹാപ്പൻസ് ടു ദ ആനുറ്റന്റ്. ആനുറ്റന്റ് എന്ന് പറഞ്ഞാൽ ആനുറ്റി മേടിക്കുന്ന ആള്, പെൻഷൻ മേടിക്കുന്ന ആള് ആനുറ്റന്റ് എന്ന് പറയും. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഫുൾ പ്രീമിയം, അടച്ച പ്രീമിയം മുഴുവൻ നമ്മൾ നോമിനിക്ക് കൊടുക്കും. നോമിനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, അത് വേറെ എന്തെങ്കിലും ചെലവാക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ പെൻഷൻ പ്ലാൻ തുടങ്ങാം. ദാറ്റ് ഇസ് ദ മോസ്റ്റ് സേഫസ്റ്റ്. നമുക്ക് 2 കമ്പനിയുടെ പ്ലാനാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത്. ഒന്ന് ബജാജ് അലയൻസിന്റെ പ്ലാനാണ്, ഒന്ന് HDFC ലൈഫിന്റെ പ്ലാനാണ്. ബജാജ് അലയൻസിന്റെ പ്ലാനും HDFC ലൈഫിന്റെ പ്ലാനും രണ്ടും ഈക്വലി ഗുഡ് പ്ലാൻസ് ആണ്. ഒട്ടും മോശം എന്ന് പറയാനില്ല. ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബജാജ് അലയൻസിന്റെ പ്ലാന്റെ പേര് ഗ്യാരണ്ടീഡ് പെൻഷൻ ഗോൾ എന്നാണ്. ബജാജിന്റെ പ്ലാന്റെ പേര് ഗ്യാരണ്ടീഡ് പെൻഷൻ ഗോൾ. ഗ്യാരണ്ടീഡ് പെൻഷൻ ഗോൾ. ഓക്കെ. HDFC ലൈഫിന്റെ പ്ലാനിന്റെ പേര് സിസ്റ്റമാറ്റിക് റിട്ടയർമെന്റ് പ്ലാൻ, SRP എന്ന് പറയും. സിസ്റ്റമാറ്റിക് റിട്ടയർമെന്റ് പ്ലാൻ. ധാരാളം പ്ലാനുകൾ വേറെ ഉണ്ട്. LICക്ക് ഉണ്ട് ജീവൻ ശാന്തി എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ട്. ജീവൻ അക്ഷയ് എന്ന് പറഞ്ഞ വേറെ എന്തോ പ്ലാൻ ഉണ്ട്. ICICI പ്രൊഡൻഷ്യലിന് വേറെ പ്ലാൻ ഉണ്ട്. HDFCക്ക് പെൻഷൻ പ്ലാനുകളുണ്ട്. HDFC പെൻഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു പെൻഷൻ പ്ലാൻ ഉണ്ട്. ഇതെല്ലാം പഠിച്ച് താരതമ്യപ്പെടുത്തിയതിനു ശേഷം കസ്റ്റമറിന് ഏറ്റവും കൂടുതൽ പെൻഷൻ കിട്ടുന്ന പ്ലാൻ ഏതാണോ അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. கஸ்டமருக்கு வந்து மேக்ஸிமம் எவ்வளவு பென்ஷன் வருமோ அந்த பிளான் தான் நம்ம இன்னைக்கு பேசிட்டு இருக்கோம். ஏன்னா பஜாஜ் அலையன்ஸோட கேரண்டீடு பென்ஷன் போடும், HDFC லைஃபோட சிஸ்டமேட்டிக் ரிட்டையர்மெண்ட் பிளான் SRPன்னு சொல்லுவா, ஷார்ட் ஃபார்மா SRPன்னு சொல்லுவோம், சிஸ்டமேட்டிக் ரிட்டையர்மெண்ட் பிளான். இது 2 பிளான் தான் நம்ம இன்னைக்கு இந்த கிளாஸ்ல we are going to discuss on these 2 plans. ரெண்டும் almost equal, not big difference. The only difference is in the returns there is a small difference. பட் ஏதாவது ஒரு கஸ்டமர் சொல்றான் எனக்கு HDFC போதும், வேற எதுவுமே வேண்டாம், எனக்கு HDFC தான் வேணும், கொடுத்துடலாம், HDFC கொடுத்து. It's a good plan. Okay. So how many years, when can you start a pension plan? Minimum entry age வந்து 45 years. 45 വയസ്സായവർക്ക് മാത്രമേ പെൻഷൻ പ്ലാനിൽ ചേരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ജോലി കിട്ടിയ ഉടനെ ഒരാൾക്ക് പെൻഷൻ ചേരുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്നുള്ളത്. പെൻഷൻ എന്ന് പറഞ്ഞൊരു പോളിസിയിൽ പോയി ചേരണമെങ്കിൽ പെൻഷന് വേണ്ടി നമുക്ക് വേറെ പലതരത്തിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് HDFCയുടെ സഞ്ജയ് പ്ലസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 30 കൊല്ലം ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന പ്ലാനുകളുണ്ട്, പലതരത്തിലുള്ള പ്ലാനുകളുണ്ട്. ഒരു പെൻഷൻ പ്ലാൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മിനിമം എൻട്രി ഏജ് 45 വയസ്സായിരിക്കും. സോ മിനിമം എൻട്രി ഏജ് ഇസ് 45 ഇയേഴ്സ്. മാക്സിമം എൻട്രി ഏജ് HDFC ലൈഫിലാണെങ്കിൽ സിസ്റ്റമാറ്റിക് റിട്ടയർമെന്റ് പ്ലാൻ എന്നാണ് പോളിസിയുടെ പേര്. സിസ്റ്റമാറ്റിക് റിട്ടയർമെന്റ് പ്ലാനിൽ മിനിമം 45 വയസ്സും മാക്സിമം 75 വയസ്സുമാണ്. 75 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് ആ പോളിസിയിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റില്ല, ആ പെൻഷൻ പ്ലാനിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ. ഇനി ബജാജ് അലയൻസിന്റെ ഗ്യാരണ്ടീഡ് പെൻഷൻ ഗോൾ അങ്ങനെയുള്ള പ്ലാനിലാണെങ്കിൽ മിനിമം 45 വയസ്സാണ്, മാക്സിമം 80 വയസ്സാണ്. നമുക്ക് 80 വരെ, 85 പറയുന്നത് നമുക്ക് 80 വരെ കൊടുക്കും. ഓക്കെ. 5 കൊല്ലത്തെ ഡെഫോമെന്റ് ഇട്ടിട്ട് നമുക്ക് 80 വരെ കൊടുക്കും. സോ കുറച്ചുകൂടെ പ്രായമായ ഒരാൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ബജാജ് അലയൻസിന്റെ പ്ലാൻ കൊടുക്കാം. ഞാനിത് രണ്ടും കൂടെ താരതമ്യപ്പെടുത്തി നോക്കിയപ്പോ, എല്ലാ പോളിസികളും നമ്മൾ നോക്കിയപ്പോ ഏറ്റവും നല്ല പ്ലാൻ എന്ന് പറയുന്നത് HDFCയുടെ പ്ലാൻ ആയിരുന്നു നേരത്തെ നല്ലത്. റിട്ടയർമെന്റ് എന്തായിരുന്നു, പിന്നെ സിസ്റ്റമാറ്റിക് റിട്ടയർമെന്റ്, സോറി SRP, സിസ്റ്റമാറ്റിക് റിട്ടയർമെന്റ് പ്ലാൻ ആയിരുന്നു ഏറ്റവും നല്ല പ്ലാൻ ഉണ്ടായിരുന്നത്. ഇപ്പൊ ബജാജ് അലയൻസ് ഒരു പ്ലാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ പെൻഷൻ റിട്ടേൺസ് കുറച്ചും കൂടെ കൂടുതലാണ്, അവരുടെ ആനുവിറ്റി റേറ്റ്സ് കുറച്ചുകൂടെ കൂടുതലാണ്. നമുക്ക് 1 രൂപ കൂടുതൽ കിട്ടുമെങ്കിൽ നമുക്ക് അതാണ് നല്ലത്, നമുക്ക് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലാൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിലുള്ള ബെനിഫിറ്റ് എന്ന് നോക്കാം. ഞാൻ പറഞ്ഞു മിനിമം 45 വയസ്സ്, മിനിമം എൻട്രി ഏജ് வந்து 45 ഇയേഴ്സ്, മാക്സിമം வந்து 75 போட்டுக்கணும். ஓகே. இதுல வந்து எத்தனை நாள் பணம் போடணும், மினிமம் வந்து 5 இயர்ஸ்.
5 years is the minimum premium paying period. 5 വർഷം പോട്ട് എപ്പോ പെൻഷൻ വേണം? പെൻഷൻ എപ്പോഴാ വേണ്ടത്? അടുത്ത വർഷം മുതൽ എന്നെ പെൻഷൻ എടുക്കാം. So 5 years you are paying the premium and the next year itself you are getting the pension. എത്ര നാള് പെൻഷൻ കിട്ടും? എவ்வளவு നാള് പെൻഷൻ വരും? Till your death. ലൈഫ് ലോങ് പെൻഷൻ കിടക്കും. ലൈഫ് ലോങ് പെൻഷൻ വരും. 5 വർഷം പ്രീമിയം പോട്ടാം. Somebody says, ഒരാൾ പറയാണ് ഞാൻ 5 കൊല്ലം പ്രീമിയം അടയ്ക്കാം, എനിക്ക് ഉടനെ പെൻഷൻ വേണ്ട, എനിക്കൊരു 2 കൊല്ലം കഴിഞ്ഞിട്ട് മതി. 2 കൊല്ലം കഴിഞ്ഞിട്ട് മതിയെങ്കിൽ 5 കൊല്ലം പ്രീമിയം അടച്ചു, 2 കൊല്ലം വെയിറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് 6ാമത്തെ 7ാമത്തെ കൊല്ലം വെയിറ്റ് ചെയ്തിട്ട് 8ാമത്തെ കൊല്ലം മുതൽ വേണമെങ്കിൽ 8ാമത്തെ കൊല്ലം. അങ്ങനെ എത്ര കാലം നമുക്കിത് ഡെഫർ ചെയ്യാം? எவ்வளவு நாள் நமக்கு டெஃபர் பண்ணலாம்? இந்த மாதிரி 5 வருஷம் நான் பிரீமியம் போட்டிருக்கு, 6th இயர்ல வேணா உங்களுக்கு பென்ஷன் வரும். நான் சொல்றேன் எனக்கு 6th இயர்ல வேண்டாம், எனக்கு வந்து லேட்டர் ஆன் கிடைச்சா போதும். உங்களுக்கு வேணா 10 years வேணா டெஃபர் பண்ணிக்கலாம். So total 15 years. Premium paying period plus deferment, total it will be 15 years. So if I pay the premium for 10 years, I can take the pension from the 11th year onwards or 12th year onwards or maybe on the 15th year. 5 വർഷം എനിക്ക് വേണമെങ്കിൽ 10 കൊല്ലം പ്രീമിയം അടച്ചാൽ എനിക്ക് 5 കൊല്ലം ഡെഫർ ചെയ്യാം. പ്രീമിയം അടയ്ക്കുന്ന പീരീഡും ഡെഫർമെന്റ് പീരീഡും കൂടെ ചേർത്ത് 15 കൊല്ലമാണ് ടോട്ടൽ. അപ്പൊ ഞാൻ 5 കൊല്ലം പ്രീമിയം അടയ്ക്കുന്നു. 6ാമത്തെ കൊല്ലം മുതൽ വേണമെങ്കിൽ എനിക്ക് പെൻഷൻ കിട്ടും, ജീവിതകാലം പെൻഷൻ കിട്ടും. അല്ല എനിക്ക് കുറച്ച് കൂടുതൽ പെൻഷൻ വേണം, ഒന്ന്, അല്ലെങ്കിൽ എനിക്ക് 6ാമത്തെ കൊല്ലം എനിക്ക് പെൻഷന്റെ ആവശ്യമില്ല, ഞാൻ ഈ പോളിസിയിൽ ജോയിൻ ചെയ്ത് 45 വയസ്സിലാണ്, 45 മുതൽ 50 വയസ്സ് വരെ പ്രീമിയം അടച്ചു, 51 വയസ്സിൽ എനിക്ക് ഓൾറെഡി ഒരു ജോലി ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേറൊരു വരുമാനമുണ്ട്, അപ്പൊ എനിക്ക് പെൻഷൻ വേണ്ട, അപ്പൊ ഞാൻ ഡെഫർ ചെയ്യാണ് ഒരു 10 കൊല്ലം. 45 മുതൽ 5 കൊല്ലം പ്രീമിയം അടച്ചു 50 വരെ, 50 മുതൽ 10 കൊല്ലം ഡെഫർ ചെയ്ത് 60ാമത്തെ വയസ്സ് മുതൽ എനിക്ക് പെൻഷൻ കിട്ടും. എനിക്ക് വേണമെങ്കിൽ 5 കൊല്ലം ഡെഫർ ചെയ്യാം. 45 മുതൽ 50 വരെ പ്രീമിയം അടച്ചു, 50 മുതൽ 55 വരെ ഞാൻ ഡെഫർ ചെയ്തു, വെയിറ്റ് ചെയ്തു, 55ാമത്തെ വയസ്സ് മുതൽ വേണമെങ്കിൽ എനിക്ക് പെൻഷൻ വാങ്ങിക്കാം. നമ്മൾ എത്രയും കൂടുതൽ കാലം ഡെഫർ ചെയ്യണോ അതനുസരിച്ച് നമുക്ക് കിട്ടുന്ന പെൻഷൻ എമൗണ്ട് കൂടുതലായിരിക്കും. നമ്മൾ പൈസ ഇട്ടിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പെൻഷൻ എമൗണ്ട് കുറവായിരിക്കും. സിംഗിൾ പേയ്മെന്റ് ഉണ്ട്, ഇമ്മീഡിയറ്റ് ആനുവിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല, ഇമ്മീഡിയറ്റ് ആനുവിറ്റി ഉണ്ട്. ചിലപ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കും, എന്റെ ഒരു 25 ലക്ഷം രൂപയുണ്ട്, അല്ലെങ്കിൽ എന്റെ ഒരു 50 ലക്ഷം രൂപയുണ്ട്, എനിക്ക് ഇമ്മീഡിയറ്റ് പെൻഷൻ കിട്ടണം, വല്ല മാർഗമുണ്ടോ? 45 വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് കൊടുക്കാം. 1 കോടി രൂപയുണ്ട്, വന്നോളൂ. 1 കോടി രൂപ നമ്മൾ പെൻഷൻ പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്തു, അടുത്ത മാസം മുതൽ അങ്ങേക്ക് പെൻഷൻ കിട്ടും. പക്ഷെ കിട്ടുന്ന തുക ഡെഫേർഡ് അമൗണ്ടിനേക്കാൾ കുറവായിരിക്കും. അയാൾ പറയാണ് ഞാൻ ഇത് ഇട്ടിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ കിട്ടുന്ന പെൻഷൻ എമൗണ്ട് കുറച്ച് കൂടുതലായിരിക്കും. അതാണ് പെൻഷൻ. അപ്പൊ നമ്മൾ സാധാരണ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സിംഗിൾ പ്രീമിയത്തിനേക്കാൾ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് റെഗുലർ പ്രീമിയത്തിലാണ്, അല്ലെങ്കിൽ ലിമിറ്റഡ് പേയിലാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന് ബെനിഫിറ്റ് ലോങ് പീരിയഡ് ആണ്, ഒന്ന്, നമുക്കും ബെനിഫിറ്റ് ലോങ് പീരിയഡ് ആണ്. നമുക്ക് എന്ന് പറഞ്ഞാൽ വെൻ വി ആർ ഡൂയിങ് സംതിങ് വി ഷുഡ് ഗെറ്റ് സം ഏർണിംഗ്, അല്ലെ? നമുക്ക് കമ്മീഷൻ കൂടെ വരണം. അപ്പൊ സിംഗിൾ പേ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ 1%, 1.5% ആയിരിക്കും, ഒരു സ്മോൾ എമൗണ്ട്. എന്നാൽ അത് റെഗുലർ ആയിട്ടുള്ള ഒരു പ്ലാൻ ആണെങ്കിൽ, 5 കൊല്ലം അടയ്ക്കുന്ന പ്ലാനോ 10 കൊല്ലം അടയ്ക്കുന്ന പ്ലാനോ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ ഇസ് വെരി ഗുഡ്. നമുക്ക് എനിക്ക് തോന്നുന്നു 15 to 20, സാധാരണ ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കുന്ന കമ്മീഷനേക്കാൾ കൂടുതൽ കമ്മീഷൻ നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. കമ്മീഷൻ കാര്യങ്ങൾ നിങ്ങൾ യു ക്യാൻ ടോക്ക് വിത്ത് യുവർ സെയിൽസ് ലീഡർ, എത്രയാണ് എന്നുള്ളത് അവർ ചാർട്ട് അയച്ചു തന്നിട്ടുണ്ടാവും. ഓക്കെ, അതാണ് പെൻഷൻ. ഇനി 45 വയസ്സുള്ളവർക്ക് എടുക്കാം, 75 വയസ്സുള്ളവർക്ക് എടുക്കാം. ഇനി എന്തൊക്കെയാണ് സംഭവം? ഒരു ഉദാഹരണം പറയാണ്, ഐ എം ജസ്റ്റ് ഗിവിംഗ് എൻ എക്സാമ്പിൾ. നാം 45 വയസ്സ് നാം ഒരു പെൻഷൻ പ്ലാൻ എടുത്തിருக்கு, 5 വർഷത്തേക്ക് നാം പ്രീമിയം പോட പോறேன். 45, 46, 47, 48, 49 till 49 years I am paying the premium. ഈ 45 വയസ്സിനുള്ളില് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഹലോ, ഓക്കെ, നമ്മള് 45 വയസ്സിൽ തുടങ്ങി, ഞാൻ 49 വയസ്സ് വരെയാണ് ഞാൻ അടയ്ക്കേണ്ടത്. ഞാൻ ഈ 49 വയസ്സിൽ പ്രീമിയം അടയ്ക്കുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ അടച്ച പ്രീമിയത്തിന്റെ 105%, 105 ടൈംസ് ഓഫ് മൈ പ്രീമിയം എന്റെ നോമിനിക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, ചില പ്ലാനുകളില് ഒരു ഗ്യാരണ്ടീഡ് അഡീഷൻ കൂടെ ഉണ്ടാവും. ഇപ്പൊ ബജാജ് അലയൻസിന്റെ പ്ലാനില് ഒരു ഗ്യാരണ്ടീഡ് അഡീഷൻ അവർ പറയുന്നുണ്ട്. അപ്പോ
ഏതൊക്കെ ഗ്യാരണ്ടീഡ് അഡീഷൻ വന്നിട്ടുണ്ടോ ആ ഗ്യാരണ്ടീഡ് അഡീഷനും ഞാൻ അടച്ചിട്ടുള്ള പ്രീമിയവും ഗ്യാരണ്ടീഡ് അഡീഷനും കൂടിയിട്ടുള്ള എമൗണ്ട് ആണ് എനിക്ക് കിട്ടുക. അപ്പൊ കമ്പനി എന്താ നോക്കുക? പ്രീമിയം പ്ലസ് ഗ്യാരണ്ടീഡ് അഡീഷൻ ഓർ 105% ഓഫ് ദ പ്രീമിയം യു പെയ്ഡ്. ഏതാണോ കൂടുതൽ അതാണ് ഡെത്ത് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുക. ഒന്നുകൂടെ പറയാം, ഞാൻ പ്രീമിയം അടയ്ക്കുന്ന സമയത്ത് മരിക്കുകയാണെങ്കിൽ എന്റെ നോമിനിക്ക് ഒരു ഡെത്ത് ബെനിഫിറ്റ് കിട്ടും. എത്രയായിരിക്കും ഡെത്ത് ബെനിഫിറ്റ്? ഒന്നില്ലെങ്കിൽ ഞാൻ എത്ര നാള് പ്രീമിയം അടച്ചോ അടച്ച ടോട്ടൽ പ്രീമിയത്തിന്റെ 105 ടൈംസ്, അല്ലെങ്കിൽ ഞാൻ അടച്ച പ്രീമിയവും അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഗ്യാരണ്ടീഡ് അഡീഷൻ എത്രയാണോ അതും കൂടെ കൂട്ടിയിട്ടാണ് എന്റെ നോമിനിക്ക് കിട്ടുക. ഏതാണോ കൂടുതൽ അതാണ് കിട്ടുക. 105 ടൈംസ് ഓഫ് ദ പ്രീമിയം ആണെങ്കിൽ അത് കിട്ടും, അല്ല പ്രീമിയം പ്ലസ് ഗ്യാരണ്ടീഡ് അഡീഷൻ ആണ് കൂടുതലെങ്കിൽ അത് കിട്ടും. ഇതാണ് നമ്മൾ പ്രീമിയം അടയ്ക്കുന്ന കാലയളവിൽ സംഭവിക്കുന്നത്. ഇനി പ്രീമിയം അടച്ചു കഴിഞ്ഞു, 5 കൊല്ലം ഞാൻ അടച്ചു, എനിക്ക് 5 കൊല്ലം കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് 10ാമത്തെ കൊല്ലം മുതൽ മതി എനിക്ക് പെൻഷൻ. 5 കൊല്ലം പ്രീമിയം അടച്ചു, 5 കൊല്ലം വെയിറ്റ് ചെയ്തു, ഒരു 10th ഇയർ മുതൽ എനിക്ക് പെൻഷൻ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്റെ പ്രീമിയം അടവ് കഴിഞ്ഞു. അത് കഴിഞ്ഞിപ്പോ ഞാൻ വെയിറ്റ് ചെയ്യാണ് 5 കൊല്ലം. ആ വെയിറ്റിംഗ് സമയത്താണ് ഞാൻ മരിച്ചതെങ്കിൽ, 6ാമത്തെ കൊല്ലോ 7ാമത്തെ കൊല്ലോ അല്ലെങ്കിൽ 10ാമത്തെ കൊല്ലത്തിന് മുമ്പ് ആണ് ഞാൻ മരിച്ചതെങ്കിൽ, ഇതേപോലെ തന്നെ ഞാൻ അടച്ച പ്രീമിയത്തിന്റെ 105 ടൈംസ്, 5 കൊല്ലം പ്രീമിയം അടച്ചിട്ടുള്ളൂ, അതിന്റെ 105 ടൈംസ്, അല്ലെങ്കിൽ അന്ന് വരെ ആഡ് ചെയ്തിട്ടുള്ള ഗ്യാരണ്ടീഡ് അഡീഷനും പ്രീമിയവും കൂടെ കൂടി എത്രയാണോ ആ എമൗണ്ട്, ഏതാണോ കൂടുതൽ അതാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ ഡെത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞത്, ഒന്നെങ്കിൽ നമ്മൾ പ്രീമിയം അടയ്ക്കുന്ന സമയത്ത് മരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രീമിയം അടച്ചു കഴിഞ്ഞു പക്ഷെ പെൻഷൻ വരാൻ തുടങ്ങിയിട്ടില്ല, ഞാൻ ഡെഫർമെന്റ് പീരീഡിലാണ്, ആ സമയത്ത് മരിക്കുന്നു. ഇതാണ് ഇതിന്റെ ഡെത്ത് ബെനിഫിറ്റ്. ഓക്കെ, இந்த பாலிசியில டெத் பெனிஃபிட் எப்படின்னா, நம்ம பிரீமியம் அடைக்கிறது டைம்ல இன் கேஸ் டெத் ஹேப்பன்ஸ் 105 times of the premium, total premium you paid, or your total premium plus guaranteed addition, ஏது ஜாஸ்தியோ அதுதான் கிடைக்கும். செகண்ட் சினாரியோ நான் பிரீமியம் பேமெண்ட் முடிச்சாச்சு, 5 வருஷத்தை முடிச்சாச்சு, எவ்வளவு வருஷமா இருக்கட்டும், 8 வருஷமா 10 வருஷம் எவ்வளவு இருக்கட்டும், 5 வருஷம் எக்ஸாம்பிள், 5 வருஷத்துல நான் பிரீமியம் பேமெண்ட் முடிச்சாச்சு. நெக்ஸ்ட் 5 இயர்ஸ் எனக்கு டெஃபர்மெண்ட் தான் வெயிட் பண்ண போறேன். எனக்கு பென்ஷன் 10th இயர்ல இருந்து ஸ்டார்ட் பண்ணா போதும். சோ ஐ எம் வெயிட்டிங் ஃபார் த 10th இயர். சோ 5 வருஷம் நான் பிரீமியம் போட்டிருக்கு, அதுக்கப்புறம் நான் வெயிட் பண்ணிட்டு இருக்கு. அந்த வெயிட்டிங் பீரியட்ல இருந்து போனா நாமினிக்கு எவ்வளவு பணம் வரும்? நாமினிக்கு டோட்டல் பிரீமியம் எவ்வளவு பே பண்ணிருக்கோ அதோட 105%, இல்லைன்னா டோட்டல் பிரீமியம் பிளஸ் கேரண்டீட் அடிஷன் எவ்வளவு வந்திருக்கோ, ஏது ஜாஸ்தி இதுல அதுதான் கஸ்டமர் நாமினிக்கு வரும். So this is the death benefit during the premium paying period and deferment period. So that phase is over now. അപ്പൊ അത് കഴിഞ്ഞു, നമ്മളെ പ്രീമിയം അടയ്ക്കലും കഴിഞ്ഞു, ഡെഫർമെന്റ് പീരീഡും കഴിഞ്ഞു. ഇനി നമുക്ക് പെൻഷൻ വരാൻ തുടങ്ങി. പെൻഷൻ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? പെൻഷൻ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്, നമ്മൾ എത്ര പ്രീമിയം അടച്ചുവോ ആ ഫുൾ പ്രീമിയം നമുക്ക് തിരിച്ചു കിട്ടും. ബജാജ് അലയൻസിലാണെങ്കിലും HDFCയിലാണെങ്കിലും സിസ്റ്റമാറ്റിക് റിട്ടയർമെന്റ് പ്ലാൻ HDFCയുടെ ആണെങ്കിലും അതെ, ഗ്യാരണ്ടീഡ് പെൻഷൻ പൂളിലാണെങ്കിലും നമ്മളുടെ ഒരു പൈസ പോലും നഷ്ടപ്പെട്ടില്ല. നമുക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. പെൻഷൻ കിട്ടി നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ അടച്ചിട്ടുള്ള പ്രീമിയം തിരിച്ചു. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കുറച്ച് കോംപ്ലിക്കേഷൻസ് അവിടെ വരും. എന്താണെന്നറിയോ? അവരെന്താ പറയണേ, കമ്പനി പറയണെന്ന് കഴിഞ്ഞാൽ, മരിക്കുന്ന സമയത്ത് എത്ര ഗ്യാരണ്ടീഡ് എഡിഷൻ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ, ടോട്ടൽ എമൗണ്ട് എത്രയാണോ, അതൊന്ന് എത്ര പെൻഷൻ കൊടുത്തു, അതൊക്കെ മൈനസ് ചെയ്തിട്ട് ആണ് കൊടുക്കാന്ന് പറയുന്നത്. അതാണോ അല്ലെങ്കിൽ അടച്ച പ്രീമിയം ആണോ കൂടുതൽ, ഏതാ കൊടുക്കാന്ന് പറയും. നമുക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. നമുക്ക് ക്ലിയർ ആയിട്ട് കസ്റ്റമറോട് പറയാം, പെൻഷൻ കിട്ടി തുടങ്ങി ആള് മരിച്ചു പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അടച്ചിട്ടുള്ള പൈസ 1 രൂപ പോലും നഷ്ടപ്പെടില്ല, ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതാണ് നമ്മൾ പിച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഡെത്ത് ബെനിഫിറ്റ് ഉണ്ടോ? ഡെത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 10 ടൈംസ് ഡെത്ത് ബെനിഫിറ്റ് ഒന്നുമില്ല, 105 ടൈംസ് ഡെത്ത് ബെനിഫിറ്റ് ഉണ്ട്. 105 ടൈംസ് ഒക്കെ പ്രീമിയം എന്തായാലും നമുക്ക് കിട്ടും. മിനിമം എന്ന് പറയുന്നത് അടച്ച പ്രീമിയം മുഴുവനും കിട്ടും. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് ഒരു പ്ലാൻ നോക്കാം, എങ്ങനെയാണ് ഈ പ്ലാൻ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഐ വിൽ ഷോ യു ആൻ ഇല്ലസ്ട്രേഷൻ.
ഇത് HDFC സഞ്ജയുടെ സഞ്ജയ് അല്ല, സിസ്റ്റമാറ്റിക് റിട്ടയർമെന്റ് പ്ലാൻ. HDFCയുടെ സിസ്റ്റമാറ്റിക് റിട്ടയർമെന്റ് പ്ലാൻ ആണ് ഞാൻ കാണിക്കുന്നത്. നോക്കട്ടെ. അതെ, ഇവിടെ ഇവർക്ക് വരുന്ന 1,67,322 ആണ് ഇവർക്ക് പെൻഷനായിട്ട് വരുന്നത്. ഇനി നമ്മള് ബജാജിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബജാജ് അലയൻസിന്റെ പ്ലാൻ ആണ്. ഞാൻ 5 ലക്ഷം രൂപയാണ് പ്രീമിയം ഇട്ടിരിക്കുന്നത്. 5 വർഷത്തേക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാൻ 5 വർഷത്തേക്ക് 5 ലക്ഷം രൂപ ഇട്ടു. 6ാമത്തെ വർഷം മുതൽ എനിക്ക് 1,70,70,000 രൂപ വെച്ചാണ് എനിക്ക് കിട്ടുന്നത്. 1,70,70,000 രൂപ വെച്ചാണ് എനിക്ക് പെൻഷനായിട്ട് കിട്ടുന്നത്. ഒരു വർഷം 1,70,70,000, 70,650 വെച്ച് ജീവിതകാലം മുഴുവനും കിട്ടും. ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്റെ ഡെത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? അത് ഇവിടെ 5 lakhs ആണ്. ഇറ്റ് ഹസ് ബിക്കം 30 lakhs. അത് കൂടിക്കൊണ്ടേയിരിക്കും. ഇയർ ഓൺ ഇയർ അത് കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് പ്രീമിയം അടച്ചാലാണ് ഈ പെൻഷൻ കിട്ടുന്നത്. 5 ലക്ഷം രൂപ 5 വർഷം, 5 ലക്ഷം രൂപ ഒരു വർഷം, അങ്ങനെ 5 കൊല്ലം അടച്ചു. അപ്പൊ ടോട്ടൽ 25 ലക്ഷം രൂപ അടച്ചു. ഓക്കെ. എന്നിട്ട് നമുക്ക് ഒരു വർഷം കിട്ടുന്നത് 1,70,70,650 രൂപ. എന്നുവെച്ചാൽ 6ാമത്തെ വർഷം മുതലോ സാറേ? 6ാമത്തെ വർഷം മുതൽ. അതെ, വെയിറ്റിംഗ് ഒന്നുമില്ല. 6ാമത്തെ വർഷം മുതൽ. അത് എത്ര വർഷം കിട്ടും? ജീവിതകാലം മുഴുവനും കിട്ടും. അപ്പൊ ഏത് വർഷത്തിൽ തുടങ്ങുകയാണെങ്കിലും ഇപ്പൊ എന്റെ ഈ ഏജിൽ തുടങ്ങുകയാണെങ്കിൽ അത് കിട്ടുമോ? എത്രയാണ്? എന്താ പറഞ്ഞ? ഇപ്പൊ എന്റെ വയസ്സ് 44 ആണ്. ഓക്കെ, 44 ജോയിൻ ചെയ്യാൻ പറ്റില്ല സാറേ. 45 ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓ, 45 ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതാണ് മിനിമം എൻട്രി ഏജ്. 45 ജോയിൻ ചെയ്യാം. 45 ജോയിൻ ചെയ്താൽ 5 വർഷം 5 ലക്ഷം വെച്ച് അടച്ചു കഴിഞ്ഞാൽ 50 വയസ്സ് കഴിഞ്ഞാൽ 51ാമത്തെ വയസ്സ് മുതൽ ലൈഫ് ടൈം, അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം 1,70,70,650 രൂപ എല്ലാ വർഷവും കിട്ടും. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് നമ്മൾ മരണപ്പെടുന്ന സമയത്ത് നമ്മൾ ആദ്യം അടച്ചിട്ടുള്ള 5 ലക്ഷം 5 കൊല്ലം അടച്ചില്ല, 25 ലക്ഷം, അത് നമ്മുടെ നോമിനിക്ക് കിട്ടും. ഓ, ഓക്കെ ഓക്കെ. പൈസ നഷ്ടപ്പെടില്ല, അത് നമുക്ക് നോമിനിക്ക് കിട്ടും. ഏതിന്റെ പ്ലാൻ? HDFCയുടെ? ബജാജ് അലയൻസിന്റെ പ്ലാനാണ്. ബജാജ് അലയൻസിന്റെ. ഓക്കെ ഓക്കെ. ഇത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത പ്ലാനാണ്. ഇതൊരു വളരെ നല്ല പ്ലാൻ. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മള് 5 ലക്ഷം പകരം നമ്മൾ 10 ലക്ഷം വെച്ചിട്ട് 5 കൊല്ലം അടക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ കിട്ടും. ഇനി അല്ലെങ്കിൽ സാറിപ്പോ 45 വയസ്സിൽ ജോയിൻ ചെയ്തു, ഒരാൾ 45 വയസ്സിൽ ജോയിൻ ചെയ്തു, 5 കൊല്ലം അടച്ചു, എന്നിട്ട് 51ാമത്തെ വയസ്സിൽ വേണ്ട, എനിക്ക് 55 മതി എന്ന് പറയാണ്. അപ്പൊ 5 കൊല്ലം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിലും കൂടുതൽ പൈസ, ഇതിലും കൂടുതൽ. അപ്പൊ ഈ 1,70,70,000 എന്നുള്ളത് പെൻഷൻ കിട്ടുന്ന എമൗണ്ട് കൂടും അല്ലേ? അമൗണ്ട് കൂടും. ഞാൻ ഇപ്പൊ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല സാർ, I'll show you the screen. Okay, ഒരു മിനിറ്റ്. I'll show you the screen. അപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഒരു മിനിറ്റ്. സ്ക്രീൻ വിസിബിൾ ആണോ? അതെ. ഓക്കെ, ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു 50 വയസ്സാണ്. 31 ജൂലൈ 1971 ആണ് ഞാൻ ഇത് കൊടുത്തിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. 50 വയസ്സായ ആളാണ്. ഐ വിൽ പേ പ്രീമിയം ഫോർ 5 years കൊടുത്തിട്ടുണ്ട്. പോളിസി ഓപ്ഷൻ ഡെഫേർഡ് ആനുവിറ്റി ആണ്.
ഡെഫർമെന്റ് പീരീഡ് ഞാൻ 5 കൊല്ലം കൊടുത്തു. അതായത് 5 കൊല്ലം അടച്ചിട്ട് 5 കൊല്ലം കഴിയുമ്പോൾ തന്നെ എനിക്ക് കിട്ടും. ഇവിടെ ഞാൻ ഇനി 5 കൊല്ലം അടച്ചിട്ട് ഞാൻ 5 കൊല്ലം വെയിറ്റ് ചെയ്യാണ്. 10ാമത്തെ കൊല്ലമാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ 45, ഇപ്പൊ ഞാൻ 50 വയസ്സാണ്, എനിക്കിവിടെ 50 വയസ്സാണ്. 50 വയസ്സുള്ള ഞാൻ ഇത് എടുത്തു. 55 വരെ ഞാൻ 54 വരെ ഞാൻ പ്രീമിയം അടച്ചു. അടുത്ത 5 കൊല്ലം ഞാൻ വെയിറ്റ് ചെയ്ത് 60ാമത്തെ വയസ്സിലാണ് ഞാൻ എന്റെ പെൻഷൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഡെഫർമെന്റ് പീരീഡ് 10 ഇട്ടു. ഡെഫർമെന്റ് പീരീഡ് 10 എന്ന് പറഞ്ഞാൽ പ്രീമിയം അടയ്ക്കുന്ന കാലാവധിയും വെയിറ്റ് ചെയ്യുന്ന കാലാവധിയും കൂടെ ടോട്ടൽ 10 ആണ്. അപ്പൊ 5 കൊല്ലം ഞാൻ പ്രീമിയം അടച്ചു, 5 കൊല്ലം ഞാൻ വെയിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ എത്രയാണ് നമുക്ക് പെൻഷൻ കിട്ടാന്ന് നോക്കാം. ഇവിടെ നമുക്ക് 2,36,450 രൂപയാണ് നമുക്ക് പെൻഷൻ കിട്ടുക. നോക്കൂ, ഇതെവിടെ കാണാം. 5 ലക്ഷം 5 കൊല്ലം അടച്ചു, അത് കഴിഞ്ഞ് 5 കൊല്ലം വെയിറ്റ് ചെയ്തു. നേരത്തെ നെക്സ്റ്റ് ഇയറിന് നമുക്ക് കിട്ടായിരുന്നു 1,70 കിട്ടായിരുന്നു. അപ്പൊ നമ്മൾ 5 കൊല്ലം വെയിറ്റ് ചെയ്തപ്പോ നമുക്ക് 2,36,450 രൂപ വെച്ച് ജീവിതകാലം മുഴുവനും നമുക്ക് പെൻഷൻ കിട്ടും. നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ അടച്ച 25 ലക്ഷം രൂപ നമ്മുടെ നോമിനിക്ക് കിട്ടും. അതാണ് ഈ പോളിസിയുടെ. വളരെ നല്ല പ്ലാനാണ്. അപ്പൊ നമുക്ക് ബജാജ് വലിയ വ്യത്യാസം ഇല്ല കേട്ടോ, റിട്ടേൺസിൽ വലിയ വ്യത്യാസം. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം. വളരെ വളരെ കറക്റ്റ് ആണ്. കാരണം എന്താ കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 5 ലക്ഷം രൂപ ഇട്ടേക്കണം, അവിടെ നമ്മൾ 490 എന്തോ ഞാൻ കണ്ടത് HDFCയിൽ. അതുകൊണ്ടായിരിക്കും ചെറിയ ഡിഫറൻസ് വന്നത്. ഇല്ലെങ്കിൽ രണ്ടും ഒന്ന് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഈ പ്ലാൻ ആണ് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പോകുന്നത്. ബജാജ് അലയൻസിന്റെ പുതിയ പ്ലാനാണ് ഗ്യാരണ്ടീഡ് പെൻഷൻ ഗോൾ. മിനിമം എൻട്രി ഏജ് വന്നിട്ട് 45 അല്ലേ? മിനിമം എൻട്രി ഏജ് 45 ആണ്, മാക്സിമം എൻട്രി ഏജ് 75 ആണ്. 80 വരെ കൊടുക്കാം. ബജാജ് അലയൻസിന്റെ 80 വരെ കൊടുക്കാം. 80 കൊല്ലം കൊടുത്താൽ 5 കൊല്ലം പ്രീമിയം അടച്ച് ഇമീഡിയറ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം. 5 കൊല്ലം പ്രീമിയം അടയ്ക്കണം. 80 വയസ്സുകാരന് കൊടുത്തു കഴിഞ്ഞാല് 85 അയാൾക്ക് പെൻഷൻ കിട്ടുള്ളൂ, ഉടനെ പെൻഷൻ കിട്ടില്ല. കാരണം മിനിമം 5 കൊല്ലം പ്രീമിയം അടയ്ക്കണം. എത്ര പ്രീമിയം വേണമെങ്കിൽ അടയ്ക്കാം. പ്രീമിയം അടയ്ക്കുന്നത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് കൂടുതലാണ്. ഏജൻസിന്റെ കമ്മീഷൻ എത്ര സർ? കമ്മീഷൻ നിങ്ങളുടെ സെയിൽസുകാരോട് ചോദിക്കണം. എനിക്ക് എത്രയല്ല, സാധാരണ രീതിയിൽ പെൻഷൻ 7% ഉള്ളൂ. ഇത് പക്ഷെ അങ്ങനെയല്ല, ഇതിനകത്ത് കൂടുതലുണ്ട്. എനിക്ക് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. പെൻഷന്റെ കമ്മീഷൻ സ്ട്രക്ചറിനെ കുറിച്ച് നിങ്ങളുടെ സെയിൽസ് ടീമിനോട് ചോദിച്ചാൽ, നിങ്ങൾ സെയിൽസ് ലീഡറോട് ചോദിച്ചു. ഇതിൽ ഏതാ കമ്മീഷൻ കൂടുതൽ നോക്കൂ. HDFC ആണോ കൂടുതൽ കമ്മീഷൻ തരിക, അതോ ബജാജ് ആണോ കൂടുതൽ തരിക നോക്കുക. കാരണം രണ്ടും ഒരേപോലത്തെ പ്ലാനാണ്. നമുക്ക് ഏറ്റവും നല്ല പ്ലാൻ നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം. ബജാജിന്റെ പ്ലാൻ വളരെ നല്ലതാണ്. എനിക്ക് തോന്നുന്നു ബജാജിനായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടുക. ഏതിനാണ് കൂടുതൽ കിട്ടുന്നത് അത് നമ്മൾ കൊടുക്കും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടും നല്ല പ്ലാനാണ്. കാരണം കസ്റ്റമറിന് നഷ്ടം വരാനില്ല. പെൻഷൻ പ്ലാൻ ആണ്, പെൻഷൻ പ്ലാൻ ആണ്. അതെ, ആനുവിറ്റി പ്ലാൻ, പെൻഷൻ പ്ലാൻ. ഇതില് നമുക്ക് ഡെത്ത് ബെനിഫിറ്റ് എല്ലാം ഉണ്ടല്ലോ, എല്ലാം ഇത് വരുന്നതാണല്ലോ. ഡെത്ത് ബെനിഫിറ്റ് പറഞ്ഞാൽ മരിച്ചാൽ അടച്ച പ്രീമിയം തിരിച്ചു കിട്ടും. അടച്ച പ്രീമിയം മുഴുവൻ നമുക്ക് കസ്റ്റമറിന് നോമിനിക്ക് കിട്ടും. അതെ, നമ്മള് ഡെഫർമെന്റ് പീരിയഡിലാണ് നമുക്ക് മരണം സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല വലിയൊരു ഇത് തന്നെ കിട്ടും. നമുക്ക് ഈ അടച്ച പൈസയും അതിന്റെ 105 ടൈംസ് കിട്ടും. 25 ലക്ഷത്തിന് 25% എത്രയാണോ അതാണ് നമുക്ക് ഡെത്ത് ബെനിഫിറ്റ് കിട്ടുക. അല്ലെങ്കിൽ ഡെത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട. നമ്മൾ പെൻഷൻ പ്ലാൻ ആണ്. പെൻഷന് നമ്മൾ അടയ്ക്കുന്നു, അത് കഴിഞ്ഞ് ജീവിതകാലം മുഴുവൻ നമുക്ക് പെൻഷൻ കിട്ടുന്നു. നമ്മൾ മരിക്കുന്ന സമയത്ത് 80, 85, 90 വയസ്സിൽ നമ്മൾ മരിക്കുമ്പോൾ അടച്ച പൈസ നമ്മുടെ നോമിനിക്ക് കിട്ടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. വേറെ എന്തെങ്കിലും നമുക്ക് ഇത് ഗ്യാരണ്ടീഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 100% ഗ്യാരണ്ടീഡ് ആണ്. ഈ പറയുന്ന എമൗണ്ട് ഈ 2 പെൻഷൻ പ്ലാനിലും കിട്ടുന്നത് ഗ്യാരണ്ടീഡ് ആണ്. ഇത് യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാൻ അല്ല. യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാനിൽ മാത്രമാണ് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാൻ പറ്റാതിരിക്കുക. இந்த பிளான்ல வந்து இந்த சொன்ன அமௌண்ட் வந்து guaranteed amount, இந்த pension amount வந்து guaranteed, 100% guaranteed. Okay. In case of death, whatever premium you have paid, that will come back to the norm. വേറെ എന്തെങ്കിലും നമുക്ക് സംശയം ഉണ്ടോ? സിമ്പിൾ പ്ലാൻ. ഇനി 45 വയസ്സിന് താഴെയുള്ള ഒരാൾ പറയാണ് എനിക്കൊരു പെൻഷൻ പ്ലാൻ വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് HDFC സഞ്ജയ് പ്ലസ് കൊടുക്കാം. അത് പെൻഷൻ പ്ലാൻ അല്ലെങ്കിലും അതിൽ 5 കൊല്ലോ 10 കൊല്ലോ പ്രീമിയം അടയ്ക്കാം, 5 കൊല്ലം അടയ്ക്കാം, 1 കൊല്ലം വെയിറ്റ് ചെയ്യാം. പിന്നെ അടുത്ത 30 കൊല്ലത്തേക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു പൈസ കിട്ടും. നമ്മൾ കുറെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. സഞ്ജയ് പ്ലസ് നമുക്ക് കൊടുക്കാം. അതൊരു പെൻഷൻ പ്ലാൻ അല്ലാന്നുണ്ടെങ്കിലും അത് പെൻഷൻ പോലെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് വരും.
അല്ല സാർ, വേറെ സംശയം. ഇപ്പൊ ഇത് 5 വർഷം അടച്ചിട്ട് 5 വർഷം വെയിറ്റ് ചെയ്തതിന് പകരം 10 വർഷം പ്രീമിയം അടയ്ക്കണമെങ്കിലോ? ഒരാൾ 5 ലക്ഷം വെച്ച് 10 വർഷം അടയ്ക്കണമെങ്കിലോ? 10 വർഷം അടച്ചിട്ട് 10ാമത്തെ കൊല്ലം തന്നെ കിട്ടുകയാണെങ്കിലാണോ ചോദിച്ചത്? 15ാമത്തെ വർഷം മുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പൈസ അടിച്ചു അപ്പൊ നമുക്ക് കൂടുതൽ പെൻഷൻ കിട്ടും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലേ? കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഐ വിൽ പേ ദ പ്രീമിയം ഫോർ 10 years. ഞാൻ ഇവിടെ പ്രീമിയത്തിന്റെ ഇത് മാറ്റാം. സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ? ഓക്കെ, ഞാൻ ഇവിടെ 10 years ആക്കി. ഞാൻ പ്രീമിയം 10 years അടയ്ക്കാണ്. സെലക്ട് പേയ്മെന്റ് മോഡ് ആനുവൽ മോഡാണ്. ഡെഫേർഡ് ആനുവിറ്റി. ഡെഫർമെന്റ് പീരീഡ് 10 എന്ന് പറഞ്ഞാൽ നമ്മള് 10 കൊല്ലം പ്രീമിയം അടയ്ക്കും. ടോട്ടൽ 10 ആണ്. പ്രീമിയം അടയ്ക്കലും ഡെഫേർമെന്റും കൂടെ 10 ആണ്. പ്രീമിയം ഞാൻ 5 ലക്ഷം രൂപ അടയ്ക്കുന്നു 10 കൊല്ലത്തേക്ക്. ആനുവൽ പേയ്മെന്റ് നമുക്ക് ഇതാണ് നമ്മൾ ചൂസ് ചെയ്തത്, ഇയർലി. വയസ്സായ ആളാണ്. അയാൾ 10 കൊല്ലം പ്രീമിയം അടച്ചു. കണ്ടോ, 5 ലക്ഷം രൂപ വെച്ച് 10 കൊല്ലം അടച്ചു. 11ാമത്തെ കൊല്ലം 3,89,600 രൂപ വെച്ച് കിട്ടും. അത് ജീവിതകാലം മുഴുവനും കിട്ടും. 3,89. ഓക്കെ, മരിച്ചു പോകുന്ന സമയത്ത് 50 ലക്ഷം രൂപ കുടുംബത്തിന് കിട്ടും. കാരണം ടോട്ടൽ 50 ലക്ഷം നമ്മൾ അടച്ചിട്ടുണ്ട്. ആ 50 ലക്ഷം നമ്മുടെ നോമിനിക്ക് കിട്ടും. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, കസ്റ്റമറിന്റെ ചോയ്സ് പ്രകാരം. ടോട്ടൽ നമ്മൾ 15 എന്ന് ഓർമ്മ വയ്ക്കുക. അതായത് പ്രീമിയം അടയ്ക്കുന്ന കാലയളവും നമ്മൾ വെയിറ്റ് ചെയ്യുന്ന കാലയളവും കൂടെ ടോട്ടൽ 15 അപ്പൊ 5 കൊല്ലം നമ്മൾ പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് 10 കൊല്ലം വെയിറ്റ് ചെയ്യാം. നമ്മൾ 10 കൊല്ലം പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 5 കൊല്ലം കൂടെ വെയിറ്റ് ചെയ്യാം. അതാണ് ടോട്ടൽ എന്ന് പറയുന്നത്. ഡെഫർമെന്റ് പീരീഡ് എന്ന് പറയുന്നത് പ്രീമിയം അടയ്ക്കുന്ന കാലയളവും നമ്മൾ വെയിറ്റ് ചെയ്യുന്ന കാലയളവും കൂടെ കൂടുമ്പോൾ ടോട്ടൽ 15 ആയിരിക്കും. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വളരെ സിമ്പിൾ പ്ലാൻ ആണ്, ഈസി പ്ലാൻ ആണ് കൊടുക്കാനായിട്ട്. ഗ്യാരണ്ടീഡ് ആണ്. ഡെത്ത് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ അടച്ച പ്രീമിയം മുഴുവൻ കസ്റ്റമറിന്റെ നോമിനിക്ക് കിട്ടും. ഒരു പൈസ പോലും. ഓക്കെ, എന്തെങ്കിലും പെൻഷൻ പ്ലാനിൽ കമ്മീഷൻ വളരെ കുറവാണ്. ആര് പറഞ്ഞു? 7% എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലല്ലോ 7% എന്ന്. ഇല്ല, കമ്മീഷന്റെ പറഞ്ഞത് നിങ്ങളുടെ സെയിൽസ് ലീഡറിനോട് ചോദിക്കാനാണ് പറഞ്ഞത്. കാരണം സാധാരണ രീതിയിൽ എല്ലാ കമ്പനികളും 7% കൊടുക്കുള്ളൂ. നമ്മൾ അതിലും കൂടുതൽ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആരോ എന്നോട് ചോദിച്ചു എത്രയാണ് കിട്ടുക എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കറക്റ്റ് അറിയില്ല, നിങ്ങളുടെ സെയിൽസ് ലീഡറോട് ചോദിക്കാനാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ 7% ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, 7% അല്ല, അതിൽ കൂടുതൽ കിട്ടും. എത്രയാണ് എക്സാക്ട് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങളുടെ ലീഡറിനോട് ചോദിക്കാം. നിങ്ങൾ റിക്രൂട്ട് ചെയ്ത ആളോട് ചോദിച്ചാൽ അവർ നമുക്ക് അയച്ചിരും. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് വരുന്നുണ്ട്, മെസ്സേജുകൾ വരുന്നുണ്ട്. നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പില് കമ്മീഷൻ സ്ട്രക്ചർ എല്ലാ മാസവും ഫസ്റ്റ് വീക്കില് നിങ്ങൾക്ക് എല്ലാ പ്രോഡക്റ്റിന്റെയും കമ്മീഷൻ സ്ട്രക്ചർ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ആർക്കെ സാർ കിട്ടാറുണ്ടോ ഗ്രൂപ്പില്? ആർക്കെ സാറൊക്കെ കുറെ നാളായിട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ്. അപ്പൊ എല്ലാ മാസവും, ഈ മാസത്തെ അയച്ചിട്ടുണ്ടാവില്ല, ഇന്നിപ്പോ 4-ാം തീയതി 5-ാം തീയതി ആയിട്ടുള്ളൂ. മേ ബി ബിഫോർ 10-ാം തീയതി ആകുമ്പോഴേക്കും നമുക്ക് ഈ മാസത്തെ കമ്മീഷൻ സ്ട്രക്ചർ മുഴുവൻ എന്താണ് നമ്മൾ 10-ാം തീയതി ആക്കുന്ന വെച്ചാൽ, ഞങ്ങൾ ആദ്യം എല്ലാ കമ്പനികളായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഏറ്റവും നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റും, നമ്മൾ ഇത്രയും ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം കമ്മീഷൻ മേടിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയൊക്കെ 15-ന് പകരം 20 തരാനായിട്ട് സാധിക്കുന്നത്. സാധാരണ 15 ഇപ്പൊ ചില കമ്പനിയുടെ, ഇപ്പൊ നിവാബോബ ആണെങ്കിലും മണിപ്പാൽ സിഗ്നി ആണെന്നുണ്ടെങ്കിലും കെയർ ഹെൽത്ത് ആണെന്നുണ്ടെങ്കിലും നമുക്ക് 20% തരാനായിട്ട് സാധിക്കും. വേറെ 15 എല്ലാവർക്കും കൊടുക്കുന്നത്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനിയും 15 തരുന്നുള്ളൂവെങ്കിലും നമുക്ക് 20 നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. കമ്മീഷൻ സ്ട്രക്ചർ എന്തായാലും കൂടുതലുണ്ട്. Yes, Mr. Ganeshan, you want to ask something? ഹലോ. Yes. ഈ PPT-യുടെ ടൈമില് ഈ ആള് മരിച്ചു പോയി കഴിഞ്ഞാൽ എത്രയാണ് അതിന്റെ ആൾക്ക് കിട്ടുന്നത്? പ്രീമിയം പേയിങ് ടേമിൽ ആള് മരിച്ചു പോവാണെന്നുണ്ടെങ്കിൽ 105 times ഓഫ് ദ പ്രീമിയം പെയ്ഡ്, 105% പ്രീമിയം അടച്ചതിന്റെ. 1 ലക്ഷം അടച്ചിട്ടുണ്ടെങ്കിൽ 1,05,000 കിട്ടും. ടോട്ടൽ അടച്ച പ്രീമിയത്തിന്റെ 105% കിട്ടുക. ഫസ്റ്റ് ഇയർ പ്രീമിയത്തിന്റെ അല്ല. ഞാനിപ്പോ 5 കൊല്ലം അടച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടോട്ടൽ ആയിട്ട് 5 ലക്ഷം രൂപ അടച്ചു.
അതിന്റെ 5% പറയുമ്പോൾ 5,25,000 രൂപയാണ് എന്റെ നോമിനിക്ക് കിട്ടുന്നത്. അത് അടച്ച പൈസ ഒന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ഈവൻ നമുക്ക് പെൻഷൻ കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ പെൻഷൻ നമുക്ക് കിട്ടും ചെയ്യും. പെൻഷൻ അത് കഴിഞ്ഞ് നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ആദ്യം അടച്ചിട്ടുള്ള ഫുൾ എമൗണ്ട് തരും. അല്ലാണ്ട് തന്ന പെൻഷൻ മൈനസ് ചെയ്യൊന്നുമില്ല, ഫുൾ എമൗണ്ട് നമുക്ക് കിട്ടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ബാങ്കിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടും. ഒരു 25 ലക്ഷം ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും എമൗണ്ട് എല്ലാ മാസവും എല്ലാ വർഷവും നമുക്ക് കിട്ടില്ല. അതിൽ കൂടുതൽ നമുക്ക് ഇവിടെ കിട്ടും. അതാണ് ഈ പെൻഷൻ പ്ലാനിന്റെ ഗുണം. പിന്നെ ഇപ്പൊ പറയുന്ന അതേ എമൗണ്ട് ആണ് നമുക്ക് ജീവിതകാലം മുഴുവൻ കിട്ടുന്നത്. അല്ലാതെ ഇത് 2 കൊല്ലത്തേക്കോ 3 കൊല്ലത്തേക്കോ മാത്രമല്ല, ലൈഫ് ലോങ് ഈ ഇൻട്രസ്റ്റ് സെറ്റ് ആണ്. അതാണ് ഏറ്റവും വേറൊരു അഡ്വാൻറ്റേജ് ഈ പ്ലാനിന്റെ, പെൻഷൻ പ്ലാനിൽ. വേറെ നമുക്ക് എന്തെങ്കിലും ബജാജ് അലയൻസ് പ്ലാൻ നെയിം എന്താന്ന് വെച്ചിട്ട് ഗ്യാരണ്ടീഡ് പെൻഷൻ ഗോൾ. ബജാജ് അലയൻസിന്റെ പ്ലാന് ബജാജ് അലയൻസ് ഗ്യാരണ്ടീഡ് പെൻഷൻ ഗോൾ എന്നാണ് ഈ പോളിസിയുടെ പേര്. വേറെ നമുക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? ഏതെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മളുടെ വേ കവർ പോർട്ട്ഫോളിയോയിൽ വരുന്ന ഏതെങ്കിലും പ്രോഡക്ട്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ വി ക്യാൻ ഡിസ്കസ് ദാറ്റ്. ഗണേഷ് ആരായിരുന്നു അത്? ഗണേഷ് സാറാണ്. ആരായിരുന്നു? ആ ബ്രോഷർ ഉണ്ടല്ലോ, ബ്രോഷർ ഞാൻ അയച്ചു തരാൻ വേണമെങ്കിൽ, ഇല്ലെങ്കിൽ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ കിട്ടാത്ത സാധനം ഉണ്ടെന്ന്. ഞാൻ അയച്ചുതരാം, ഞാൻ ബ്രോഷർ അയച്ചുതരാം. ഒരു പ്രീമിയം അടച്ച ശേഷം മരിച്ചു പോയാൽ നമ്മൾ അടച്ച പ്രീമിയം എത്രയാണോ അതിന്റെ 105% നോമിനിക്ക് കിട്ടും. വേറെ നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ, ഹെൽത്ത് ഇൻഷുറൻസോ അല്ലെങ്കിൽ മോട്ടോർ ഇൻഷുറൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഷുറൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ വി ക്യാൻ ഡിസ്കസ്. കാരണം ഇന്ന് നമുക്ക് കൂടുതൽ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാൻ ഇത്രയേ ഉള്ളൂ. പെൻഷൻ പ്ലാനിൽ നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഏറ്റവും നല്ലൊരു പ്ലാന്, ഏറ്റവും നല്ല പെൻഷൻ പേ ഔട്ട് നമ്മൾ ഉദ്ദേശിച്ചതാണ്. അതേപോലെ മരിച്ചു കഴിഞ്ഞാൽ അടച്ചിട്ടുള്ള ഫുൾ എമൗണ്ട് നമ്മുടെ നോമിനിക്ക് കിട്ടുന്ന ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഈ മാസം നമ്മൾക്ക് മാർച്ച് മാസമാണ് മാക്സിമം നമുക്ക് വിൽക്കാം. കാരണം പലരും ടാക്സ് ബെനിഫിറ്റിന് വേണ്ടിയിട്ടൊക്കെ ഇപ്പൊ പോളിസി എടുക്കുന്നുണ്ടാവും. കാരണം അവർക്ക് മാർച്ച് 31 മുമ്പോ അല്ലെങ്കിൽ മാർച്ച് 15 മുമ്പോ ഒക്കെ അവർക്ക് റെസീപ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ള മാസങ്ങളാണ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഈ മാസം നമ്മൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. ATC പ്രകാരം 1.5 ലക്ഷം രൂപ വരെ ടാക്സ് എക്സംഷൻ ഉണ്ട് ഇൻഷുറൻസിൽ. അതേപോലെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 80D പ്രകാരം 25,000 റുപ്പീസ് ഉണ്ട്. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് 50,000 രൂപയുടെ ടാക്സ് എക്സംഷൻ ഉണ്ട്. ഈ രണ്ടും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ ടാക്സ് എക്സംഷൻ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം കസ്റ്റമറിന് വേണ്ടിയിട്ട്. ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ 80D ആണ്, ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ 80C ആണ്. രണ്ടും നമുക്ക് അപ്ലിക്കബിൾ ആണ്. എല്ലാ പ്രോഡക്ട്സും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, വേറെ ഒന്നും ഇല്ലെങ്കിൽ വി ക്യാൻ ക്ലോസ് ദ ഫോൺ. ഹലോ, യെസ് മിസ്റ്റർ ഹബീബ്, എന്തെങ്കിലും സംസാരിക്കണ്ടോ? ഹലോ, Hope you hear me. Hello. Yes, I can hear you, Habib. I can hear you. That's what, sir. Actually, can I ask you something in medical? Yes, sir. Yes. See, in various policies, they have mentioned about other aspects and other things and all. They have not mentioned particularly about COVID situation. People are mainly asking for COVID such. That is the scenario now. So people are expecting the policy which is going to cover COVID. You're not audible, sir. Now the voice is feeble. Yeah.
Sir, is this audible now, sir? Yeah, now I heard that you are talking about people are asking about the COVID situation. That is up to that I heard. Yes. They want some policy which is going to cover COVID expenses also. They are very particular about that. Because of that only they are asking for medical insurance. Okay, fine. Sir, during the COVID situations, there is a policy called Corona Kavach, and that policy will cover only COVID. Okay, and that is a little expensive plan, and that is given for either 3 months or 6 months or 9 months, not for lifelong, not for even 1 year. So that policy was available across India when COVID started in almost 2020 or 2020. When did it start? Actually, 2 years back, right? So when the COVID was very, very common and the first phase of Corona started, the policy called Corona Kavach was very popular. It was slightly expensive, only for 3 months or 6 months or 9 months, not more than that, that was available. But today, COVID has become a very common thing. When newer mutants are coming, like Omicron has come, something else will come tomorrow. So today, all health insurance companies have decided that the COVID treatment will be covered in all health insurance policies. COVID treatment means if the patient is having COVID and admitted in a hospital, the minimum admission is 24 hours. And the treatment in the sense, whatever medicine they are taking, whatever is the room rent, whatever is the nursing charge, all this is covered by all the health insurance policies. Even if he has taken a policy 10 years back, that policy will also cover COVID treatment. Again, let me repeat, I am talking about COVID treatment. Whereas consumables like mask, gloves, PPE kit, oximeter, so many other peripheral consumables are required when treating a COVID patient. Because if I am a COVID patient, I will be wearing a mask, I will be wearing a gloves, I will be wearing a PPE kit. My doctor will be wearing a PPE kit when he is coming to see me. My bystander will be wearing a PPE kit. The nurse who is coming to give me some medicine will be wearing a PPE kit. All these are expenses and I have to pay from my pocket for all those who are using the PPE kit. So the expense will go up for consumables. Consumables were not covered by health insurance policy. Health insurance policy will cover only the medication. But now there are companies who are covering the consumables also. I'll give you an example. If you take a Niva Bupa product, the earlier Max Bupa, you take a Niva Bupa product, you have an option to cover the consumables. There is something known as safeguard. It is a rider. You may give only 1,500 or 2,000 rupees more in the policy, but the advantage is that your full expenses will be reimbursed. Whatever be the amount, not even a single rupee will be deducted in that case. So you can tell your customers, you can take a policy where everything is covered. And the waiting period for COVID is only 15 days. Today I take a policy for all my diseases, the waiting period is 30 days, but for COVID it is only 15 days because this is a COVID situation. So for COVID patients, or if somebody who wants to take a policy because they are afraid of COVID, they can take a policy from Niva Bupa. 15 days is the waiting period. After 15 days, if he is getting admitted because of COVID, everything is being reimbursed. No doubt about it. Even the consumables are reimbursed because he has to take a rider called safeguard, then it will be reimbursed. So such policies are available. It's not only Niva Bupa. There is another product called Optima Secure from HDFC Ergo. They also give the consumable amount. Even in Care Health also, there is something known as Care Guard. You take a Care Guard, then the consumables are covered. So these are the new products today available in the market. So we can give that product to the customer. So there are several cases we have seen that the consumables, the full amount is paid to the customer. I'll just show you one discharge bill of a customer. How beautiful it is for the customer to see that everything is reimbursed. The deduction is only just 1 rupee. And why they have deducted 1 rupee? They have deducted 1 rupee just because they should have a record that there was a patient in that hospital who came for treatment. That's the only reason that 1 rupee is deducted. I'll show you the discharge summary of that customer. Okay. Now I am putting into the screen. The screen visible?
Can somebody respond? Is the screen visible? Yes, sir. Okay, fine. Okay. So see, ഈ സ്ക്രീനില് നമ്മൾ ഒരു കസ്റ്റമർ ഉണ്ട്, എലിയമ്മ തോമസ് പറഞ്ഞ ഒരു കസ്റ്റമർ ആണ്. This customer got admitted in a hospital in Kottayam, a hospital called Mada Hospital, which is a big hospital, and she got admitted, she got treated also. I'm just showing you the discharge summary of that lady. Okay, now here you see here other deduction and details. Hospital accommodation 16,000 rupees, physician's fee 2,400, nursing care 14,000, pathology, x-ray, diagnosis, test, etc., 6,200, medicine, drugs 5,742. The total amount the customer has to pay was 44,342. The customer got a cashless treatment here. 44,342. She got a cashless treatment because the hospital is an empaneled with Niva Bupa. And they say that the deducted amount is just 1 rupee and the admissible claim is 44,341. Total bill was 44,342. 1 rupee is deducted and 1 rupee the customer had to pay from the pocket, and 44,341 was paid by Niva Bupa. Why? Because they have mentioned here non-payable are paid as safeguard is opted. So if you are opting safeguard, everything will be included in your claim. They will not deduct anything. Only 1 rupee you have to pay. Imagine this lady has paid a premium of something like 19,000 or 20,000 and she got 44,342 as a claim. First year itself, she took a policy almost 3-4 months back. That is the strength of a company where the consumables are included. Niva Bupa എന്ന് പറഞ്ഞ കമ്പനിയുടെ പോളിസിയാണ്, ഇതിലെ കൺസ്യൂമബിൾസ് ഇൻക്ലൂഡഡ് ആണ്. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഒരു കസ്റ്റമറിന്റെ ഡിസ്ചാർജ് സമ്മറിയാണ്. 44,342 രൂപയാണ് ബില്ല് വന്നത്. അത് ക്യാഷ്ലെസ് ആയിട്ട് പോയി. 1 രൂപ മാത്രം ഡിസ്ചാർജ് ആവുമ്പോൾ പറഞ്ഞു 1 രൂപ മാത്രം അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ബാക്കി എല്ലാം അവരുടെ ഡയഗ്നോസിസ്റ്റുകള്, പിന്നെ ഗ്ലൗസ്, മാസ്ക്, എന്തൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ടോ, പഞ്ഞി, തുന്നാനുള്ള സൂചി, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ IV ഫ്ലൂയിഡ്സിന്റെ ഡ്രിപ്പിനുള്ള പൈപ്സ്, കാനുല, ഇതെല്ലാം സാധാരണ രീതിയിൽ നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുക്കണം. പക്ഷെ അതെല്ലാം ഇൻക്ലൂഡഡ് ആണ് ഈ പോളിസിയിൽ. അപ്പൊ അങ്ങനെ നല്ല പോളിസികൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. For COVID patients, better they take a consumable included plan like Niva Bupa. So everything is included. Only 15 days is the waiting period for COVID. I hope Mr. Habib, I have made it clear to you. Binoy, yes, sir. The food expenses are also included for the patient. Everything is included, sir. Everything is included. Thank you. Sir, the other two companies. The other companies will include this, sir. One is HDFC Ergo Optima Secure, and the other one is Care Health, Care Guard. Care Guard is a rider. You can take a Care Health plan. Care Guard is a rider. You have to pay an extra money for Care Guard. In Niva Bupa, you can take any policy from Niva Bupa. You should add a rider called Safeguard. If you add Safeguard, you get this benefit. Small premium extra, but see the benefit. And I'll tell you, this customer was so delighted. Customer never expected this is the way the claim will come. She was expecting that she has to pay around 15,000 to 20,000 rupees from her pocket. So customer delight is very important, especially in health insurance, because they are really suffering because of the disease. And at the point, if they want to pay money, then again it's a problem. Manipal Signa, no. In Manipal Signa, consumables the customer has to pay. There is no rider in Manipal Signa. I think Jayshree was asking the question whether what about Manipal Signa. At present, Manipal Signa don't have a policy where consumables are included. Okay. Hello. Okay, Yes, sir. Mr. Habib. Yes. Hello. Thanks for answering my question, sir. And the other than the 3 mentioned policies, all are accepting the claim as a copay thing. Am I correct, sir? No, sir. Copay is different. This is different. No, this no, is no. consumables. Okay. All No, the I didn't mean that, sir. I'm taking it as a co-payment because for other things I have to pay something, no, from my pocket. Yeah. So, but we cannot use the word copay because when you are taking a policy, if it is a copay, the company will say it is 20% copay.
Okay. So if you are taken a policy and 1 lakh rupees is the bill, then you have to pay 20,000 rupees from your pocket. That is copay. In this case, what is happening? Whatever is the consumable amount, that only you are paying. It is not like copay. So if the consumable amount is only 5,000, you pay only 5,000. If the consumable amount is 35,000, you pay 35,000. So it is not a fixed amount. It depends upon the usage of the consumables. Where copay means it's a standard percentage. You take a policy with 20, you take a Star Health policy. You take a senior citizen plan of Star Health, the copay is 30%. You don't have any disease. You are a senior citizen, but you don't have any disease right now. You are a pure healthy person. Okay, tomorrow you have a small fever and this, and you get admitted in the hospital. Normal viral fever or something, and you get admitted in the hospital. Let us assume a 1 lakh rupees bill has come. 30% you have to pay from your pocket. That is copay. Consumables are separate. Consumable, they say that consumables another 2,000, 3,000. That also you have to pay. So copay is when you take a policy with a copay, they will mention in the beginning itself, this policy has got a copay of 10%, 20%, 30%, that they will mention. Whatever is the percentage, that we have to pay for every claim. Any claim coming, the co-payment you have to pay, whatever is the percentage. That is copay. This is consumables, and it depends upon the usage of the consumables. If this patient I told earlier, if she was a corona patient, the consumable amount would have been 5 to 6 times more than what has come now. Because PPE kit would have been used, mask would have been used, oximeter would have been used, nebulizer would have been used. All these things they will charge. So it's always better that we take a policy with the consumables also included. It can be from Nivabupa, it can be from HDFC Ergo, Optima Secure, or it can be from CARE. Thank you so much, sir. Can I ask you one more question? Yes, sir. Sir? Yes, sir. Yes, Mr. Habib. What are the disadvantages of SBI Arogya Plus, sir? There is no disadvantages of SBI Arogya Plus. There is only advantage. Let me talk about the advantage. The premium is going to be the same throughout the life. It is 10,520, if I am right. Yes. Right. 10,520 for husband, wife and 2 children, a family, 2 adults and 2 children for 3 lakh rupees. The premium is 10,520. You take this policy, you pay 10,520. Even after 20, 30 years, if you are using this policy, the premium is the same. The premium will not increase as per the age. That is the best advantage of that policy. Okay, as age increases, all the insurance, health insurance policy premium will go up. In SBI Arogya Plus, it will not go up. Now another one thing, it is for 3 lakhs for 2 plus 2 maximum. 6 people, 2 plus 2, 4 people you get that. Now if you are asking me the advantage, the disadvantage is that you cannot get more than 3 lakhs. The maximum sum assured is only 3 lakhs. If somebody says that I want a 10 lakh policy of Arogya Plus, no, you get only 3 lakhs. Another handicap of that plan, I cannot say disadvantage, is that you will not get a bonus in that plan. In all the insurance policies, if you don't take a claim, next year your sum assured is increased. Let me take Nivabupa. Nivabupa, you take a 10 lakh rupees policy, or let me say you are taking a 5 lakh rupees policy. First year claim has not come. Automatically your sum assured will become 7.5 lakhs. 50% will increase. That is the advantage of companies like Nivabupa. In Arogya Plus, you are taken a 3 lakh policy. Even after 10, 20, 30 years, your sum assured will be only 3 lakhs. Whether you take a claim or don't take a claim, it's only 3 lakhs. It cannot be increased. You have to take a different plan for that. That is again a handicap with that product. Another one more thing is that in all the health insurance policies, once your sum assured is over, there is something known as restoration or refill. In SBI policy, SBI Arogya Plus policy, there is no restoration, there is no refill. You have only that 3 lakh coverage. If it is Nivabupa, you take a 5 lakh policy. Once that 5 lakhs is over, in the same year, if 5 lakhs is over, another 5 lakhs restoration has come. So total 10 lakhs you can utilize. In SBI Arogya Plus, you can use only 3 lakh. That is again a handicap with that policy. But look into the benefit. 2 plus 2, 4 people, 3 lakh rupees, same premium throughout the life.
So you can weigh the plus and minus of the product and decide whether we take or not to take that product. If somebody has got money and if they don't have a problem in investing a little more, always better to go for some other product. It is not SBI Arogya Plus. Somebody who doesn't have any insurance and they don't have money to buy a higher insurance plan, then SBI Arogya Plus will be better. At least they get a 3 lakh insurance cover. That's the advantage. In such a case, more than in some family there might be 3 child also available. In such a case, what would be the option, sir? The option is that, let me say that I have got 3 children. So I will take myself and 2 children will be in one policy and my wife and the other 3rd child will be in another policy. So I'll have 2 policy. I'll be paying 20,000, 21,000, whatever is the premium that I'll pay. It will be 2 policies. Because in one policy I can have only husband, wife and 2 children. Okay. Thank you so much, sir, for answering my questions. Welcome, sir. Molly John is asking, can a senior citizen take a policy without co-pay? Yes, senior citizen can take a policy without co-pay. We have a plan called Health Companion. Health Companion is a plan from Nivabupa, and for all senior citizen people, that senior citizen means any age group they can take. And even Nivabupa has got a separate plan for seniors. It is known as Senior First, without co-pay, 0% co-pay. Senior First is the policy, where the waiting period and other things are less when compared to the normal health insurance policy. Senior citizen plan, Star Health plan is having the highest co-pay of 30%. Earlier they were having 50% for PED disease. Now they have removed it. They have made it 30%. But whether you have a disease or whether you are completely healthy, still you have to pay 30% co-pay in Red Carpet. Red Carpet is the name of their plan, their senior citizen plan. That is it. I'm not telling the product is bad. The product is good, but co-payment is there. Okay. Anything else to be discussed? No, sir. So can we close the call? We'll meet next Saturday. Okay, sir. Right? Thank you very much for the very good interaction. Thank you very much for joining for the call. We'll meet again next Saturday. Always such interactions will be helpful for everyone.